കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിക്കുക, മാത്രമല്ല പെൻഷൻകാരുടെ പൊതുവായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന്റെ മുമ്പിലും ജനസമൂഹത്തിലും നിരന്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ പെൻഷൻസിന്റെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ. തീർച്ചയായിട്ടും അത് ചെങ്ങന്നൂരിൽ അതിന്റെ 34ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏറ്റെടുത്ത് നടത്തുന്നതിൽ വളരെ ആവേശത്തോടാണ് എല്ലാവരും സമീപിച്ചത്. അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിക്കാൻ മുൻകൈയെടുത്ത എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രത്യേകമായി ജനപ്രതിനിധികളോട് രേഖപ്പെടുത്തിക്കൊണ്ട് 34ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. നമ്മുടെ നാട് വളരെയേറെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് നിങ്ങളുടെ ജില്ലാ സമ്മേളനം നടക്കും. മുന്നോട്ട് പോയാൽ മാത്രം പോരാ, അതിവേഗം മുന്നോട്ട് പോകേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിവേഗം ലോകം മാറുന്നതനുസരിച്ചും ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിൽ ലോകത്തുണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അതിവേഗം ശരവേഗത്തിൽ മുന്നേറേണ്ട ഒരു കാലത്ത് നിർബാധം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഉത്തരവാദിത്തം. നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് പ്രവർത്തിച്ചവരാണ് നിങ്ങൾ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രവർത്തിച്ചവരാണ്. ഒരുപക്ഷെ ജുഡീഷ്യറിയും പാർലമെന്റും എക്സിക്യൂട്ടീവും ഈ 3 ടയർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവിന് 2 തരത്തിൽ വേണമെങ്കിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രവർത്തനങ്ങളെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ പറ്റും. അതേ എക്സിക്യൂട്ടീവിന് തന്നെ പ്രവർത്തനങ്ങളെ ഹൈ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഇരുളടഞ്ഞ ഒരു തലമുറയായി മാറും. അപ്പൊ പാർലമെന്റിന് ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണം എന്ന ഒരു ഭാഗമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മുടെ അസംബ്ലി ആണെങ്കിലും നമ്മുടെ പാർലമെന്റ് ആണെങ്കിലും നിയമനിർമ്മാണ സമിതികളാണ്. നമ്മൾ എത്ര നിയമം നിർമ്മിച്ചാലും എത്ര ഭേദഗതി വരുത്തിയാലും നിയമത്തെ വ്യാഖ്യാനിക്കാൻ, ഏത് വിധത്തിലും വ്യാഖ്യാനിക്കാൻ എക്സിക്യൂട്ടീവ് കഴിയും. അപ്പൊ അതിന്റെ നൂലാമാലകളെ വ്യാഖ്യാനിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ കഴിയുമെന്ന കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നിയമത്തെ സ്വാധീകരിച്ചുകൊണ്ട് അതിവേഗം ജനങ്ങൾക്ക് പ്രയോജനകരമായ രൂപത്തിൽ എക്സിക്യൂട്ടീവ് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എല്ലാ ഗവൺമെന്റുകളും ഭരണ പരിഷ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് എടുക്കാറുണ്ട്. അപ്പൊ ഈ 3 ടയർ സിസ്റ്റം ഒരേപോലെ ജോയിന്റായി പ്രവർത്തിച്ചെങ്കില് ഭരണപരിഷ്കാരം പൂർണ്ണമായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോ സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണ സഭയും ആ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് മാത്രം ബോധ്യപ്പെട്ടുകൊണ്ട് ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് അതിന്റെ നൂലാമാലകളെ കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന, ജനപക്ഷത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ
ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ജുഡീഷ്യറി ഒഴുകിച്ചു പോകുമ്പോഴാണ് നമ്മുടെ മനോഹരമായ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത്. ആ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ട് വേണം വികസനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ മുന്നേറണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരളം അതിവേഗം വളരുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിന്റെ വളർച്ചയുടെ ഒരു തോത് ഞാൻ പറയാം. ഞാൻ ഒരുപാട് സമയം പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2014 കേരളത്തിലെ ഒരു ബഡ്ജറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ ഒരു 35,000 കോടി രൂപയിൽ കൂടുതൽ ഒരു പ്ലാൻ കേരളത്തിലില്ലായിരുന്നു. ആ 35,000 കോടിയുടെ പ്ലാൻ എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയാണ്. എല്ലാവരുടെയും ശമ്പളം, എല്ലാവരുടെയും പെൻഷൻ, ആനുകൂല്യങ്ങൾ, മറ്റു തരത്തിലുള്ള ചെലവുകളെല്ലാം കഴിച്ചാൽ വളരെ ചെറിയൊരു തുക മാത്രമാണ് ഡെവലപ്മെന്റ്സിന് വേണ്ടി നമ്മൾ മാറ്റുന്നത്. ഈ 2016 നമ്മൾ വരുമ്പോ ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കം, ഒരു പ്ലാൻ എങ്ങനെ നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് നടത്താൻ പറ്റും, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാരണം നമ്മൾ വെക്കുന്ന പ്ലാൻ നമ്മൾ ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും മാത്രമായി കൊടുത്ത് അവസാനിപ്പിക്കുന്നതിനപ്പുറം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല, തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. പൊട്ടിപ്പൊളിച്ച റോഡുകളും ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും ദയനീയമായ ആശുപത്രികളും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെയായി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരു കേരളമായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്ലാൻ 2 ലക്ഷം കോടി രൂപയാണ്. ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റ്സ്. ഇപ്പൊ എല്ലാവരും പറയും കേരളത്തിൽ ഒരുപാട് വികസനം നടക്കുന്നു, കേരളത്തിൽ നല്ല റോഡ് വരുന്നു, കേരളത്തിൽ നല്ല ആശുപത്രി കെട്ടിടങ്ങൾ വരുന്നു, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം വരുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുന്നു, ഹോസ്റ്റൽ ഏരിയയിൽ മാറ്റം വരുന്നു, ഓരോ മേഖലയിൽ വലിയ ടൂറിസം മേഖല മാറ്റം വരുന്നു, ഓരോ മേഖലയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ 10 വർഷക്കാലത്തിന് ശേഷം നമ്മൾ എത്തുമ്പോൾ 2 ലക്ഷമോ 2.5 ലക്ഷം കോടിയിൽ കേരളത്തിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ മാറ്റം വന്നിരിക്കും. അപ്പൊ വരവിലും ചെലവിലും വർധനവ്. ഇത് കൂടാതാണ് 1,10,000 കോടി രൂപ ഈ കഴിഞ്ഞ 6-7 വർഷം കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന കിഫ്ബി വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ശരാശരി ഒരു 2-2.25 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മേഖല, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറും. അടുത്തൊരു 25 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇപ്പൊ നടക്കും. ഈ മാറ്റത്തെ നമ്മൾ ത്വരിതപ്പെടുന്നു. തുടർഭരണത്തിന്റെ ഒരു പ്രത്യേകത 2021 വന്നപ്പോൾ ആ മാറ്റം നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടു. പാതി വഴിയിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു വരും. കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായതിനു ശേഷം തുടർഭരണം വരുന്നത്. വലിയൊരു ഫൗണ്ടേഷനാണ് കേരളത്തിൽ ഇട്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയൊരു അടിത്തറ കേരളത്തിൽ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ കേരളത്തിൽ നിന്ന് ആവശ്യം. അല്ലെങ്കിൽ പാതി വഴിയിൽ എല്ലാം ഉപേക്ഷിക്കപ്പെട്ടു. കേവലം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല കേരളത്തിന്റെ വിഷയം. ഏതെങ്കിലും ഒരു നുണ പറയുന്നതല്ല കേരളത്തിന്റെ വിഷയം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതല്ല കേരളത്തിന്റെ പ്രശ്നം. ഞങ്ങൾ വന്നാൽ ഇങ്ങനാകും, നിങ്ങൾ വന്നാൽ എങ്ങനാകും അല്ല. ഞാൻ പറയുന്നു, ഇന്ന് കാണുന്ന കേരളത്തെ പിന്നോട്ടല്ല കൊണ്ടുപോകേണ്ടത്,
ഇന്ന് കാണുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. അതിൽ നിങ്ങൾക്കൊരു വലിയ പങ്ക് നിർവഹിക്കുകയാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പെൻഷനേഴ്സ് അവരുടെ ഉത്തമമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണ സംവിധാനം തന്നെയാണ് കേരളത്തിൽ നിൽക്കുന്നത്. ആ ലക്ഷോപലക്ഷം വരുന്ന പെൻഷനേഴ്സിന് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ നല്ല അടിത്തറയിൽ, ബലമുള്ള അടിത്തറയിൽ നിന്ന് പുതിയ ഒരു കേരളം, നവകേരളം കെട്ടിപ്പടുക്കണമെന്ന ആശയത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു ഊർജം നിങ്ങൾ നൽകണം. രണ്ടാമത്തെ ഭാഗം പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ജനവിഭാഗം എന്ന നിലയിൽ ഏറ്റവും നല്ല സംരക്ഷണം ഒരുക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ആ സംരക്ഷണത്തിന് ആരോഗ്യ പരിപാലനമുണ്ട്. ആ സംരക്ഷണത്തിൽ മാതൃകാ ശുശ്രൂഷ കേന്ദ്രമുണ്ട്. ആ സംരക്ഷണത്തിൽ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന പെൻഷൻ പദ്ധതികളുണ്ട്, ക്ഷാമബദ്ധയുണ്ട്, മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ ഏറ്റവും മികച്ച തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന സ്റ്റേറ്റാണ് കേരളം. അതിന്റെ ഒരു മറുഭാഗമുണ്ട്. ആ മറുഭാഗം നമ്മുടെ നാട്ടിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളപ്പോഴും ഒറ്റപ്പെടലിൻ്റെതായ ഒരു സാഹചര്യം കേരളത്തിലെ പ്രായമുള്ളവർക്ക് വരുന്നു എന്ന വസ്തുത നമ്മളാണ്. 10, 55, 57, 60 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് പ്രായമായി എന്ന് ധരിക്കണ്ട. നല്ല ആയുർദൈർഘ്യമുള്ള ഒരു ജനതയാണ് കേരളത്തിൽ. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതിന്റെ അടിസ്ഥാനം നമ്മളെ സംരക്ഷിക്കേണ്ടവർ നമ്മളുടെ ഒപ്പം നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുക. ജീവിതത്തിന്റെ നല്ല സമയത്ത് കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുന്നു. മികച്ച വിദ്യാഭ്യാസം ലോകത്ത് ലഭിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ലോകത്തിന്റെ എവിടെ പോയാലും മലയാളി എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തോട് ജോലി ചെയ്യാൻ കഴിയും. വളരെ പ്രശംസനീയമാണ് നമ്മളെപ്പറ്റി മറ്റു രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്കുള്ളത്. ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം 8 GCC രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം. ആ 8 രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി കേരളത്തിന്റെ ഡെവലപ്മെന്റ്സിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുമായിട്ടെല്ലാം സംസാരിച്ചു. എത്ര ആത്മാർത്ഥമായി, എത്ര ആവേശത്തോടാണ് ഞങ്ങളെ അവർ സ്വീകരിച്ചത്. ഞങ്ങള് ദുബായിലെ ഭരണാധികാരി നിയുക്ത അവിടുത്തെ രാജാവ് അദ്ദേഹവുമായിട്ടാണ് ചർച്ച ചെയ്തത്. അദ്ദേഹം ചോദിച്ചാൽ ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര പണം വേണം ഇൻവെസ്റ്റ്മെന്റിന്? നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ ചോദിക്കുന്ന പണം ഞങ്ങൾ തരും, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ലോകത്ത് അമേരിക്കയേക്കാൾ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ആത്മാഭിമാനം തോന്നി. ആത്മാഭിമാനം. അവിടെയെല്ലാം മലയാളിയെ പറ്റിയുള്ള ഒരു ബഹുമാനം ചില്ലറയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം വെറുതെയല്ല. ലോകത്ത് ഏത് രാജ്യത്തെ ആളുകൾ വിസ ചോദിച്ചാലും ആദ്യം പരിഗണിക്കുന്നത് മലയാളിയാണ്. അതിന്റെ കാരണം സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, തൊഴിലോട് നീതി കാണിക്കും. ഇതിന്റെ ഫലമായി എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ വരുമാനം മറ്റ് രാജ്യങ്ങൾ ലഭിക്കുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നല്ലൊരു ശതമാനം ഒറ്റപ്പെടുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഇലക്ഷൻ വോട്ടുപിടിക്കാൻ പോവാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരു 100 വീട്ടിൽ പോയാൽ ഒരു 80 വീട്ടിലും അമ്മയപ്പനും മാത്രമേ എത്തും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പുത്തങ്കാവ് പ്രദേശത്ത് കുറെ വീടുകൾ
ഒരൊറ്റ ചെറുപ്പക്കാരെ വീട്ടിലാണ് എല്ലാവർക്കും പ്രായമുള്ള അമ്മയാണ്. ഞാൻ ചോദിച്ചു ആരെങ്കിലും കൂടെ ഉണ്ടോ? രാവിലെ ഒരാൾ വന്ന് എന്തെങ്കിലും അനത്തി തരും, പോവും. പിന്നെ ഞങ്ങളൊക്കെ പോയി അത് എടുത്തു വെച്ച് കഴിക്കും. എങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് പരിഹാരം കാണും? ഇത് ചെറിയ കാര്യമല്ല, അത് രണ്ട് രൂപത്തിൽ നമുക്കത് അഡ്രസ് ചെയ്യണം. ഈ ഒറ്റപ്പടിയിൽ മാനസികമായി വലിയ തരത്തിലുള്ള തളർച്ച നമ്മളെ ബാധിക്കുകയാണ്. നമ്മുടെ മക്കളില്ല, കൊച്ചുമക്കളില്ല, ഒറ്റപ്പടി ഒരുപാട് കുടുംബങ്ങളിൽ പെടുന്ന പ്രായമുള്ളവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലമായി ഓൾഡേജ് ഹോമുകളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഓൾഡേജ് ഹോമുള്ള സ്ഥലമായി കേരളം മാറുന്നു. ഉള്ള പൈസ ആരെയും ഏൽപ്പിച്ചിട്ട് അവർ നോക്കും, അവർ ഭക്ഷണം തരും, അവിടെ പോയി കിടക്കാം എന്ന് ആഗ്രഹിക്കുന്ന എണ്ണം കൂടുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ തലമുറയെ ഇവിടെ എങ്ങനെ നിലനിർത്താൻ കഴിയും, ഇതാണ് നമ്മൾ ചിന്തിക്കുക. അടുത്ത ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം മുന്നേറുമ്പോ കേരളത്തിൽ പഠിച്ചു മിടുക്കരായ യുവതി യുവാക്കളെ കേരളത്തിലൊക്കെ നിലനിർത്താൻ പറ്റും. ചിലരൊക്കെ പോകും, പിന്നെ അമേരിക്കയും യൂറോപ്പും കണ്ട ചിലരൊക്കെ മഞ്ഞളിച്ചു അതിന് പോകും, അതുകൊണ്ടാണ്. പക്ഷെ അമ്മയോടും അപ്പനോടും സ്നേഹമുള്ള മക്കളുണ്ടെങ്കിൽ, ഒരു ന്യായമായ വരുമാനം നാട്ടിൽ കിട്ടുമെങ്കിൽ അവർ നാട്ടിൽ നിൽക്കും. അതിനുള്ള സംരംഭങ്ങളാണ് കേരളത്തിന് ഈ ആവശ്യം. അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ അതിലൂടെ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ കഴിയണം. വിഴിഞ്ഞം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കേന്ദ്രമായി വിഴിഞ്ഞം മാറാനുണ്ട്. ഒരുപക്ഷെ ദുബായിയേക്കാൾ സിംഗപ്പൂരിനേക്കാൾ കപ്പലുകൾ എടുക്കുന്ന, ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പോകുന്ന, ലോജിസ്റ്റിക് മേഖലയിൽ വൻപിച്ച കുതിച്ചാട്ടം ഉണ്ടാകുന്ന, കേരളത്തിന്റെ ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. ദേശീയ ജലപാത കേരളത്തിന്റെ ടൂറിസം സെക്ടർ വമ്പിച്ച കുതിച്ചാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. ബേക്കൽ മുതൽ കോവളം വരെയുള്ള ദേശീയ ജലപാത യാഥാർത്ഥ്യമാകുന്നു. ദേശീയപാത നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. തീരദേശ ഹൈവേയിലേക്ക് നമ്മൾ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം തുടങ്ങി. ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമില്ലാത്ത കേരളം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു. പീഡബ്ല്യൂ റോഡുകളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റപ്പെടുന്നു. മികച്ച ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് ടൂറിസം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ മികവിന്റെ ഭാഗമായി ഉള്ള കേരളത്തിൽ ഫ്രീ ഗ്രീൻ ടൂറിസം, ആയുർവേദം, IT സെക്ടർ, ലോകത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കേരളത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലം. ലോകത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരും. ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് അന്യരാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വർഷമാണ് കേരളം. ഈ വർഷം കുട്ടികൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നു. വമ്പിച്ച വരുമാനം കേരളത്തിലേക്ക് വരും. വലിയ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളം മാറും. ഈ നിലയിൽ കേരളത്തിന്റെ ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ഈ ഇരിക്കുന്നവരായിരിക്കും, കേരളത്തിലെ പെൻഷൻകാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനാഥാലയം പണിത് അവിടെ പോയി താമസിക്കുകയല്ല വേണ്ടത്. സ്വന്തം മക്കള് സ്വന്തം നാട്ടിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അമ്മയും അപ്പനെയും സംരക്ഷിക്കാൻ കഴിയുന്ന, അവരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കേരളമാണ് നമുക്ക് ആവശ്യം. അതാണെന്ന് പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. ഞാൻ ആയുർവേദത്തെ പറ്റി പറയുമ്പോ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇന്ന് വേണ്ടത് പ്രവർത്തിക്കാനുള്ള മണ്ഡലങ്ങളാണ്. പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പ്രവർത്തന മണ്ഡലങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു. ചിലർക്ക് ജാതിയായിട്ട് പോവാണ്.
പിന്നെ കാണുന്നത് ജാതി സംഘടനയുടെ നേതാവും മതസംഘടനയുടെ നേതാവും കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നതിന് മുമ്പ് കടുത്ത വർഗീയവാദം ഇങ്ങനെയൊക്കെ ആയിട്ട് കാണും. നല്ല കോളേജ് പ്രൊഫസറും നല്ല അധ്യാപകനും നല്ല സയന്റിസ്റ്റും ഒക്കെ റിട്ടയർ ചെയ്ത് അങ്ങനെ എന്താ പ്രശ്നം? വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന സയന്റിഫിക്കായി പ്രവർത്തിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കുറവാണ്, സോഷ്യൽ ആക്ടിവിറ്റീസ് കുറവാണ്. നിങ്ങളുടെ സംഘടന ചെയ്യുന്ന കാര്യം പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതൊക്കെ നല്ല കാര്യം. 50 രൂപ കൂട്ടിയാൽ 250 രൂപ കൂട്ടുന്നതിന് വേണ്ടി സമരം പറ്റിക്കണം, അതൊക്കെ മേടിക്കണം. അതുപോലെ പ്രശ്നം പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ വളർച്ചയിൽ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരായി ഈ മേഖലയിലുള്ള ഓരോരുത്തരെയും എങ്ങനെ നമുക്ക് വിസിബിളായി നമുക്ക് കൊടുക്കാൻ പറ്റും, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ചിന്തിക്കേണ്ട കാര്യം. അത് സംഘടനയാണ് ചെയ്യേണ്ടത്. ഒരു നല്ല അധ്യാപകൻ, ഞാൻ മന്ത്രിയായിരുന്ന കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ നമുക്കൊരു കാര്യം ചെയ്യണം. കേരളത്തിൽ 1000 സെന്റർ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങണം. ഒരു പേരിയാനിട്ട് ബാലകരോ ഒരു വർഷം നമുക്ക് 1 ലക്ഷം കുഞ്ഞുങ്ങളെ കേരളത്തിൽ വിശ്വപൗരനാക്കണം. അവരെ ലോകം എന്താണെന്ന് മനസ്സിലാക്കുന്നു. മാനവികത അവരെ പഠിപ്പിക്കണം. ജാതിയും മതവും വർഗീയതയും അല്ല വേണ്ടത്, മനുഷ്യത്വമാണ് വേണ്ടത്. അവരെ പഠിപ്പിക്കണം. അത് കളിയിലൂടെയും കലയിലൂടെയും അവരെ പഠിപ്പിക്കണം. ഒരു പഞ്ചായത്തിൽ 100 കുട്ടികളെ തെരഞ്ഞെടുക്കണം. 1000 പഞ്ചായത്തുണ്ടെങ്കിൽ 1 ലക്ഷം കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ എന്റെ സെക്രട്ടറി സാറിന്റെ പണം ഞാൻ പറഞ്ഞ ഒരു പണവും വേണ്ട. ഈ കേരളത്തിൽ റിട്ടയർ ചെയ്ത ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ, അവർക്ക് വണ്ടിക്കൂലി കൊടുത്താൽ മതി, അവരും പഠിപ്പിക്കും. സിലബസ് ഉണ്ടാക്കിയാൽ മതി. 1000കണക്കിന് അധ്യാപകർ കേരളത്തിലുണ്ട് റിട്ടയർ ചെയ്തവർ. അവർക്ക് ഒരിടം കൊടുക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ ബാലകേരള പദ്ധതി. ആ പുറകിച്ച് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞത് മാറിപ്പോയി. അപ്പൊ ഞാനിവിടെ പറയാൻ വന്നത്, റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അവസാനിച്ചു എന്നുള്ള ധാരണയാണ് പറഞ്ഞത്. പിന്നെ വയ്യ, നടുവിന് വേദന, കാലിന് വേദന. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ താഴെ ആണെങ്കിൽ ഒരു 3-4 ഷോപ്പിയാണ് ഇപ്പൊ താഴെ, മൊത്തം എണ്ണയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത്രയും പ്രായമുള്ളവർ ഇവിടെ കൊണ്ടുവന്നിരിക്കൊണ്ടു പോകും. അത്രയും വലിയ പ്രശ്നമൊന്നും വേണ്ട. എനിക്ക് 61 വയസ്സ് റിട്ടയർമെന്റ്. നമ്മള് നന്നായി ആക്ടിവൈസ് ചെയ്താൽ നമുക്കൊരു അസുഖം പറ്റില്ല. പ്രവർത്തിക്കുക. ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ നമ്പർ 1 ആണെങ്കിലും ആരോഗ്യം അതിന്റെ അപകടം ഏറ്റവും കൂടുതൽ ഉള്ള അസുഖക്കാരുടെ എണ്ണത്തിന് 1-ാം സ്ഥാനത്താണ്. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാനുള്ള മണ്ഡലങ്ങൾ നമ്മൾ നിശ്ചയിക്കണം. അതിന് പെൻഷൻസിന്റെ സംഘടന മുൻകെടുക്കണം. നമ്മുടെ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു നീക്കം കേരളത്തിൽ ആരംഭിക്കണം. അത് അടുത്ത ഒരു കാലത്ത് നമുക്ക് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഇത്രയും അനുഭവ സമ്പത്തുള്ള, ഇത്രയും കഴിവുള്ള 3 ലക്ഷം അംഗങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 30 ലക്ഷം പേരുടെ ബലമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിയാത്തതുകൊണ്ടാണ്. ഒരു 3 ലക്ഷം എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ആളിന്റെ കപ്പാസിറ്റി, കഴിവ്, കരുത്ത് ഉള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനം തന്നെയാണ് നിങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നതിനകത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. യാതൊരു ശിക്ഷയും. ആ ഇടങ്ങൾ കണ്ടെത്താൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ കേരളം ലോകത്തിന് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയായി ഒപ്പം അവകാശ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും അത് സാധ്യമാക്കാനുമുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് രൂപം നൽകുന്ന സമ്മേളനമായി ഈ സമ്മേളനം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നന്മ നേരുന്നു. വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കേരളം പോകുന്നു. അതെല്ലാം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ആരേക്കാൾ കഴിവുള്ളവരാണ് നിങ്ങളെന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും
പിന്തുണ നാടിനെ മുന്നോട്ട് പോകാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഈ തിരക്കിനിടയിലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാധനായ മന്ത്രിക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ